അടുക്കളയിലെ പണി ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും എയ്സനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. സമയം 9 മണിയോ 9:15 എന്തോ ആയിട്ടുണ്ട്. അജു എയ്സനെ എൻ്റെ കയ്യിൽ തന്നിട്ട് കുറച്ച് നേരം കൂടി ഉറങ്ങുന്നുണ്ടേന്ന് പറഞ്ഞിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനില്ലാതെ എഴുന്നേൽക്കുന്നതിൻ്റെ അന്നൊക്കെ എയ്സൻ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അത്രയ്ക്ക് കുഴപ്പമില്ല. എന്നെ കാണാതെ എഴുന്നേൽക്കുന്നതിൻ്റെ അന്നൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കുമേ. ഞാനങ്ങനെ എയ്സന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഹോളിലിരിക്കുകയാണേ. ആ സമയം കൊണ്ട് അജു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അജു ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് വേണം എയ്സനെ അജുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എൻ്റെ പരിപാടി തുടങ്ങാനായിട്ട് കേട്ടോ. ഇന്ന് അടുക്കളയിലല്ല പരിപാടി, നേരെ മറിച്ച് എൻ്റെ ബെഡ്റൂമിലാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തുണികൾ ഇങ്ങനെ കുഞ്ഞുകൂടി കിടപ്പുണ്ട്. വാഷ് ചെയ്യാനുള്ളതൊന്നുമല്ല, വാഷ് ചെയ്ത് മടക്കി വെക്കാനുള്ള സാധനങ്ങളാണ്. എനിക്ക് തുണി കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മടക്കി വെക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ചെയ്തല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് ചെയ്യുന്നെന്ന് മാത്രം. ഞാനിത് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്ന് മടക്കി വെക്കാൻ തുടങ്ങുമ്പോഴേക്കും എയ്സൻ വന്ന് അലമ്പാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെ ഇങ്ങനെ കിടന്നത് കേട്ടോ. മിക്കപ്പോഴും ഞാൻ ട്രൈ ചെയ്യും, പിന്നെയും ഞാനങ്ങ് വെക്കും കേട്ടോ. എന്തായാലും ഇന്ന് എല്ലാത്തിനും പറ്റിയൊരു ദിവസമാണ്. ഈ വാർഡ്രോബ് ഫുള്ള് ക്ലീൻ ചെയ്യണം. വേണ്ടാത്ത കുറേ ക്ലോത്ത്സ് ഉണ്ട് കേട്ടോ, അതെല്ലാം എടുത്ത് മാറ്റാനാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ഒരു സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയി കഴുകിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി വൈകുന്നേരത്തെടുത്ത് വീണ്ടും മടക്കി വെക്കണം. ഈ മടക്കി വെക്കുന്നത് വല്ലാത്തൊരു ജോലിയാണ് കേട്ടോ. എന്നെപ്പോലെ മടക്കി വെക്കുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും അടുക്കളയിലെ പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. ഇന്ന് ഞാൻ ക്ലോത്തിങ് സെക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് മടക്കി അറേഞ്ച് ചെയ്ത് വെക്കാവേ. രാവിലെയും രാത്രിയും ഒക്കെ ഇങ്ങനെ ഡ്രസ്സ് മാറുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സ് കാണുകയും മടക്കി വെക്കാനായിട്ട്. എനിക്ക് ഏറ്റവും പാടുള്ള ജോലിയായിട്ട് തോന്നിയിരിക്കുന്നത് എയ്സൻ്റെ ഡ്രസ്സ് മടക്കി വെക്കാനാണ് കേട്ടോ. കഴുകാൻ എന്തൊരെളുപ്പമാണ്, എന്നാൽ മടക്കി വെക്കാൻ ഭയങ്കര പാടാണ്. ഈ കുഞ്ഞു ഡ്രസ്സ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചുരുട്ടി കൂട്ടിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അജുവിൻ്റെ ഡ്രസ്സിലോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഇതും എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കും. ഈ പുള്ളിക്കാരൻ വന്നിട്ട് മൊത്തം അത് വലിച്ച് വാരി തറയിലിടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ മിക്കപ്പോഴും വഴക്ക് കൂടാറുണ്ട് ഈ കാര്യത്തിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹോളിൽ വന്ന് നോക്കിയപ്പം അജുവും ഏസനും കൂടെ എന്തോ കാര്യമായിട്ട് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. എന്നെ കണ്ട ഉടനെ ഏസൻ എൻ്റെ കൂടെ വരാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത വിശേഷങ്ങളുണ്ടാവും. ലഞ്ചും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും വരുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ